വിശുദ്ധ ഗോൺസാലോ ഗാർഷ്യ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യത്തെ വിശുദ്ധനാണ്. ഇന്നത്തെ മുംബൈ നഗരത്തിനപ്പുറമുള്ള ഒരു പടിഞ്ഞാറൻ തീരപ്രദേശമായ വസായിയാണ് അദ്ദേഹത്തിന്റെ നഗരം. 1557 ഫെബ്രുവരി 5-നാണ് ഗുണ്ടിസ്ലാവോസ് ഗാർഷ്യ എന്ന വിശുദ്ധ ഗോൺസാലോ ഗാർഷ്യ ജനിച്ചത്. വിശുദ്ധന്റെ പിതാവ് ഒരു പോർച്ചുഗീസുകാരനും മാതാവ് ബാസൈനിലെ കൊൻകൺ തീരം നിവാസിയുമായിരുന്നു. ബാസൈൻ കോട്ടയിൽ നിന്നാണ് അദ്ദേഹം തന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിച്ചത്. ജപ്പാനിലെ ഫ്രാൻസിസ്കൻ സഭയുടെ സുപ്പീരിയർ ആയിരുന്ന വിശുദ്ധ പീറ്റർ ബാപ്റ്റിസ്റ്റയുടെ വലതുകരമായിരുന്നു വിശുദ്ധ ഗോൺസാലോ. ബാസൈൻ കോട്ടയ്ക്ക് സമീപമുള്ള കോളേജിൽ വെച്ച് വസായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രശസ്ത ജസ്യൂട്ട് വൈദികനായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ ഗോൺകാൽവസ് വിശുദ്ധനെ പഠിപ്പിച്ചിട്ടുണ്ട്. 1564 മുതൽ 1572 വരെ ഏതാണ്ട് 8 വർഷത്തോളം അദ്ദേഹം ജസ്യൂട്ട് വൈദികരുടെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തു. 15-ാമത്തെ വയസ്സിൽ ഫാദർ സെബാസ്റ്റ്യൻ വിശുദ്ധ ഗാർഷ്യയെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം വളരെ വേഗം അവിടുത്തെ ഭാഷ പഠിക്കുകയും അദ്ദേഹത്തിന്റെ വിനയവും പെരുമാറ്റവും വാക്ചാതുര്യവും സുവിശേഷ ഉപദേശി എന്ന നിലയിൽ തദ്ദേശീയർക്കിടയിൽ അദ്ദേഹത്തെ വളരെയേറെ പ്രസിദ്ധനാക്കി. ഒരു വ്യവസായം തുടങ്ങുന്നതിനായി അദ്ദേഹം തന്റെ സുവിശേഷക ദൗത്യം ഉപേക്ഷിച്ച് അൽ കാവോയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കച്ചവടം പുരോഗമിക്കുകയും അധികം താമസിയാതെ വടക്ക് കിഴക്കൻ ഏഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹം തന്റെ വ്യവസായ ശാഖകൾ തുടങ്ങുകയും ചെയ്തു. ഒരു ജസ്യൂട്ട് പുരോഹിതനാവുക എന്ന ഗോൺസാലോയുടെ ചിരകാല അഭിലാഷം ഇനിയും പൂർത്തിയായിരുന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു അൽമായ സുവിശേഷകനായി ഫിലിപ്പീൻസിലെ മനിലയിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം ഫ്രാൻസിസ്കൻ പുരോഹിതനായ ഫാദർ പീറ്റർ ബാപ്റ്റിസ്റ്റയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായി ഉടനെ തന്നെ ഒരു അൽമായ സഹോദരനായി സെറാഫിക് സഭയിൽ ചേരുകയും ചെയ്തു. അവിടെ കുറച്ചുകാലം കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചതിനു ശേഷം അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിലെ ഫ്രിയാസ് മൈനറായി മനിലയിൽ വെച്ച് അഭിഷിക്തനായി. 1592 മെയ് 26-ന് ഫിലിപ്പീൻസിലെ സ്പാനിഷ് ഗവർണർ ഗോൺസാലോയെ ബാപ്റ്റിസ്റ്റയ്ക്കൊപ്പം ഒരു നയതന്ത്ര ദൗത്യവുമായി ജപ്പാനിലേക്ക് തിരികെ അയച്ചു. അവർ 4 വർഷക്കാലത്തോളം ജപ്പാനിൽ പ്രവർത്തിച്ചു. എന്നാൽ ജപ്പാനിൽ യഥാർത്ഥ ഭരണം കൈയാളുന്ന പട്ടാള അധികാരികൾ ഈ പ്രേഷിതരെ രാജ്യദ്രോഹികളാണെന്ന് സംശയിക്കുകയും 1596 ഡിസംബർ 8-ന് അവരെ മിയാക്കോയിലുള്ള അവരുടെ ആശ്രമത്തിൽ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കെ അവരെ പിടികൂടുകയും കയ്യാമം വെക്കുകയും തടവിലിടുകയും ചെയ്തു. 1597 ജനുവരി 3-ന് വിശുദ്ധ ഗാർഷ്യ ഉൾപ്പെടെ 26 പുരോഹിതന്മാരുടെ ഇടത് ചെവി അരിഞ്ഞു വീഴ്ത്തി. പുരോഹിതരുടെ വിശുദ്ധി മനസ്സിലാക്കിയ തദ്ദേശീയ ക്രിസ്ത്യാനികൾ അത് വളരെ ആദരപൂർവ്വം ശേഖരിച്ചു വെച്ചു. വിശുദ്ധ ഗാർഷ്യയെ ആയിരുന്നു ആദ്യമായി കുരിശിൽ തറച്ചത്. മറ്റുള്ളവരുടെ നടുവിലായി ഇദ്ദേഹത്തിന്റെ കുരിശ് നാട്ടുകയും ചെയ്തു. ഫാദർ ഗോൺസാലോ ആദ്യം വരികയും നേരെ ഒരു കുരിശിനടുക്കൽ ചെന്നിട്ട് "ഇതാണോ എന്റേത്?" എന്ന് ചോദിച്ചു. "ഇതല്ല" എന്നായിരുന്നു അതിനുള്ള മറുപടി. അദ്ദേഹത്തെ മറ്റൊരു കുരിശിനടുക്കൽ കൊണ്ടുപോയി വിശുദ്ധൻ അതിനു മുൻപിൽ മുട്ടുകുത്തുകയും അതിനെ ആശ്ലേഷിക്കുകയും ചെയ്തു. മറ്റുള്ളവരും ഒന്നിനു പുറകെ ഒന്നായി അപ്രകാരം ചെയ്യുവാൻ ആരംഭിച്ചു. ഫാദർ ഫിലിപ്പ് തന്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു. ദൃക്സാക്ഷികളിൽ ഒരാൾ പിന്നീട് പറഞ്ഞു. 2 കുന്തങ്ങൾ വിശുദ്ധന്റെ ശരീരത്തിലൂടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീറിമുറിച്ചുകൊണ്ട് കുത്തിക്കയറ്റി. കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോൾ ഫാദർ ഗാർഷ്യ തന്റെ രക്തസാക്ഷിത്വ കിരീടം നേടിക്കൊണ്ട് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുകയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 5-ന് നാഗസാക്കി മലനിരകളിൽ വെച്ച് 26 സഹചാരികൾക്കൊപ്പം വിശുദ്ധ ഗാർഷ്യ കുരിശിൽ രക്തസാക്ഷിത്വം വഹിച്ചു. 1627-ൽ ഗാർഷ്യയും അദ്ദേഹത്തിന്റെ സഹചാരികളായ രക്തസാക്ഷികളെയും ഉർബൻ 8-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-നാണ് ഈ രക്തസാക്ഷികളുടെ തിരുനാൾ ദിനം. 1629-ൽ മുഴുവൻ കത്തോലിക്ക സഭയിലും ഇവരെ ആദരിക്കുന്ന പതിവ് അനുവദനീയമാക്കി.